ഒരു എച്ച് എം ആയിട്ട് ചാർജ് എടുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സ്പാർക്കിലും മറ്റ് പല ഓൺലൈൻ സംവിധാനങ്ങളിലൊക്കെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഗെയിൻ പി എഫിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നമ്മൾ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുന്നത് നമ്മുടെ പി എ ഒ ഐ ഡി വെച്ചിട്ടാണ്. ഓരോ സ്കൂളിനും ഓരോ പി എ ഒ ഐ ഡി യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാകും. അത് അവരുടെ ഡിഫോൾട്ടായിട്ട് വരുന്ന യൂസർ നെയിമും പാസ്വേഡുമാണ്. അത് കിട്ടുന്നില്ലെങ്കിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പോയി നമുക്കത് എന്ത് ചെയ്യാവുന്നതാണ്, റീസെറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ ഒരു വിൻഡോയിലേക്ക് നമ്മളെത്തും. ഈ വിൻഡോയിൽ ഇവിടെ ഒരു സീറ്റ് നമ്പർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ വ്യൂ പ്രൊഫൈൽ ഉണ്ട്, ചേഞ്ച് പാസ്വേഡ്, ലോഗ് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഈ ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഹോം, എൻട്രി, സെറ്റിങ്സ്, ക്രിയേറ്റ് യൂസർ, മെനു മാനേജ്മെൻറ്റ് ഓഫീസർ, ഇങ്ങനെ ഓപ്ഷൻസും ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഓരോ പുതിയ ഗെയിൻ പി എഫ് വന്നതിന് ശേഷം ഓരോ സീറ്റ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എൻട്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ആഡ് സീറ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ വിൻഡോയിൽ ആഡ് ന്യൂ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ആഡ് ന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സീറ്റ് നെയിം കൊടുക്കുക. അതെന്ത് സീറ്റ് നെയിം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പി എഫ് സീറ്റ് 1 2 അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അത് കൊടുത്തിട്ട് നമ്മളിവിടെ സേവ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കിവിടെ ഓൾറെഡി നമ്മളിവിടെ ചെയ്ത് വെച്ച ഒന്നുണ്ട്. അവിടെ എംപ്ലോയി പെൻ നമ്പർ എന്നുള്ളിടത്ത് ഒരാളുടെ പെൻ നമ്പറും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് പി എഫ് സീറ്റ് നമ്പർ എന്നുള്ളിടത്ത് ഇവിടെ എംപ്ലോയി പെൻ നമ്പർ ഇല്ല. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത് ഇവിടെ പെൻ നമ്പർ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മളിവിടെ സെറ്റിങ്സിൽ സെറ്റ് സീറ്റ് പാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ സെറ്റ് സീറ്റ് പാനൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആർക്കാണോ ആ സീറ്റ് ക്രിയേറ്റ്, അതായത് പുതിയ എച്ച് എം ആരാണോ അവരുടെ പേര് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവരുടെ പേര് നമ്മൾ സെലക്ട് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ ഒരാളുടെ പേര് ഇവിടെ ഇപ്പോൾ ഞാനാണ്. ഇനി അത് പുതിയ ആളുടെ പേര് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. ആരാണോ ഇനി ആവേണ്ടതെന്ന് വെച്ചാൽ അവരുടെ പേര് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച പി എഫ് സീറ്റ് 1 എന്ന് പറയുന്ന ആ സീറ്റ് നെയിം അവിടെ ഉണ്ടാകും. അതിൻ്റെ സൈഡിലുള്ള ഈ ചെക്ക് ബോക്സിൽ നമ്മൾ ടിക്ക് ഇടുക. ഇട്ടതിന് ശേഷം ആഡ് സീറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി കണ്ടു. അപ്പോൾ ഇനി നോക്കൂ, നമ്മൾ ഈ എൻട്രി എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നേരത്തെയുള്ള ആഡ് സീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പി എഫ് സീറ്റ് നമ്മൾ നേരത്തെ കൊടുത്ത ഈ ഭാഗത്ത് എംപ്ലോയിയുടെ പെൻ നമ്പർ കൂടി എന്ത് ചെയ്തിട്ടുണ്ടാകും, വന്നിട്ടുണ്ടാകും. ഇങ്ങനെ വന്നതിന് ശേഷമാണ് നമ്മൾ മെനു മാനേജ്മെൻറ്റ് ഓഫീസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ ഈ സെലക്ട് സീറ്റ് എന്നുള്ളിടത്ത് നമ്മൾ ആ സീറ്റ്, നമ്മൾ പുതിയതായിട്ടുണ്ടാക്കിയ സീറ്റ് നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്തതിന് ശേഷം എന്തെല്ലാം ഓപ്ഷനാണോ നമുക്ക് വേണ്ടത് ആ ഓപ്ഷൻ, ഇവിടെ എല്ലാ ഓപ്ഷനും നമുക്ക് ടിക്ക് ഇടാം, കുഴപ്പങ്ങളൊന്നുമില്ല. മാനേജ്മെൻറ്റ് സെറ്റ് റിപ്പോർട്ട്സ്, സീഡഡ് ലിസ്റ്റ്, ടു ബി സീഡഡ് ലിസ്റ്റ്, എല്ലാ സംഗതികളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇവിടേക്ക് അങ്ങനെ വന്ന് നമ്മളിവിടെ ഈ പ്രോസസ്സിംഗ് എന്ന് പറയുന്നിടത്ത് അഡ്മിഷൻ പ്രോസസ്സിങ്ങിൽ സ്ക്രൂട്ടിനി വെരിഫിക്കേഷൻ, ക്ലോഷർ പ്രോസസ്സിങ്ങിൽ സ്ക്രൂട്ടിനി വെരിഫിക്കേഷൻ, ലോൺ പ്രോസസ്സിങ്ങിൽ സ്ക്രൂട്ടിനി വെരിഫിക്കേഷൻ, നോമിനി പ്രോസസ്സിങ്ങിൽ സ്ക്രൂട്ടിനി വെരിഫിക്കേഷൻ, ആഡ് എംപ്ലോയി, ചലാൻ എൻട്രി, സെറ്റ് അഡീഷണൽ ചലാൻ, എല്ലാം ടിക്ക് ഇട്ടതിന് ശേഷം സെറ്റ് മെനു എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇത് കൊടുക്കുന്നതോടുകൂടി അത് കംപ്ലീറ്റ് ആവും. ഇങ്ങനെയാണ് പുതിയ എച്ച് എം ചാർജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗെയിൻ പി എഫിൽ അവരുടെ ചാർജ് ഹാൻഡ് ഓവർ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. അപ്പോൾ പഴയ എച്ച് എമ്മിൻ്റെത് ഒഴിവാക്കണം. അതെങ്ങനെ ഒഴിവാക്കേണ്ടത് എന്നുള്ളത് കൂടി കാണിക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സീറ്റ് ആ പാനലിലേക്ക് എംപ്ലോയിയെ ആഡ് ചെയ്തത് അത് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യണം. അതിനുവേണ്ടി ക്രിയേറ്റ് യൂസർ, അതായത് പുതിയ ആളെ നമ്മൾ ചേർത്തു, ഇനി പഴയ ആളെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ക്രിയേറ്റ് യൂസർ എന്നുള്ളിടത്ത് സെറ്റിങ്സ് എന്നുള്ളിടത്ത് സെറ്റ് സീറ്റ് പാനൽ എന്നുള്ള ആ ഓപ്ഷനിലേക്ക് പോവുക. ആളുടെ പേര് സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്ത ആളുടെ ഒഴിവാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഞാൻ പേര് സെലക്ട് ചെയ്തു. പേര് സെലക്ട് ചെയ്യുമ്പോൾ ലിസ്റ്റ് ഓഫ് സീറ്റ് അലോട്ടഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നമ്മളിവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എസ് ചോദിക്കും, എസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് അവിടെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. മെസ്സേജ് ഒന്നും വന്നിട്ടില്ലെങ്കിലും അത് അവിടെ നിന്ന് ഡിലീറ്റ് ആവും. ഇനി എൻട്രി എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ആഡ് സീറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ആ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ആ പെൻ നമ്പർ പോയിട്ടുണ്ടാകും. അതിൻ്റെ സൈഡിലും ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ടാകും. ആ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ എച്ച് എമ്മിൻ്റെത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും, അത് ഒഴിവായി പോകും. പുതിയ എച്ച് എമ്മിൻ്റെത് മാത്രം അവിടെ നിലനിൽക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒരു പുതിയ എച്ച് എം ചാർജ് എടുക്കുന്ന സമയത്ത് ഗെയിൻ പി എഫിൽ നമ്മൾ ചെയ്യേണ്ടത്.